finishes off in style. ഇതിന് താരങ്ങളെ പോലെ അന്തത്തായിട്ട് മടക്കി കുത്താനും അറിയാമെങ്കിൽ ലോകത്തിന്. ഹലോ എവരിവൺ, എല്ലാവർക്കും മല്ലു ടൈൻമെൻറ്റിലേക്ക് സ്വാഗതം. ഞാനിന്നവിടെ വന്നിരിക്കുന്ന ലൂസിഫറിൻ്റെ ഒരു പ്രീ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ചാനൽ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മോഹൻലാലിനെ നായകനാക്കി ആദ്യമായി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ലൂസിഫർ. ഇതിൻ്റെ കഥാ തിരക്കഥ സംഭാഷണം എന്ന മുരളി ഗോപിയാണ് ഒരുക്കിയിരിക്കുന്നത്. സുജിത് വാസുദേവൻ്റെ ക്യാമറ, അതുപോലെ ദീപക് ദേവ് സംഗീതവും പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നു. ഷമീർ മുഹമ്മദ് എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നു. ഏറെ പ്രതീക്ഷയോടെ എത്തുന്ന മറ്റൊരു മോഹൻലാൽ ചിത്രമാണ് ലൂസിഫർ. മുമ്പത്തെ ഓഡിയം പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സാധിച്ചില്ല. എങ്കിൽ പോലും അത് കൊമേഴ്ഷ്യൽ സിനിമ ഒരു സക്സസ് ആയിരുന്നു. വൻ മുതൽ മുടക്കിൽ 15 കോടിയോളം രൂപ മുടക്കിയാണ് ഈ സിനിമ വരുന്നത്. 30 കോടി എന്നൊക്കെ പ്രൊമോഷണൽ ബഡ്ജറ്റ് പറയുന്നുണ്ടെങ്കിലും 15 കോടി രൂപയാണ് ഏകദേശം ഇതിൻ്റെ ബഡ്ജറ്റ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരുപാട് ആളുകളെ വെച്ചുള്ള 5000 ആർട്ടിസ്റ്റുകളെ വെച്ചുള്ള സീൻസ് വരെ ഈ സിനിമയിലുണ്ട് എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്യുന്നതെന്നാണ് ഈ ചിത്രത്തിന് ഏറ്റവും ഹൈപ്പ് കൂട്ടുന്ന ഘടകം. അതുപോലെ വിവേക് ഒബ്റോയാണ് ഈ ചിത്രത്തിന് വില്ലനായി എത്തുന്നത്. ഇതുവരെ ഹിന്ദിയിൽ മോഹൻലാലും വിവേക് ഒബ്റോയും ഒന്നിച്ച് കമ്പനി എന്ന സിനിമ ക്രിട്ടിക്കലിയും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ സക്സസ് ആയ സിനിമയായിരുന്നു. ഒരു വലിയ സ്റ്റാർ കാസ്റ്റാണ് ലൂസിഫറിനുള്ളത്. നായികയായിരുന്ന മഞ്ജു വാര്യരാണ്. തിരിച്ചുവരവിന് ശേഷം മൂന്നാമത്തെ തവണയാണ് മഞ്ജു വാര്യർ മോഹൻലാലിനോട് ഒന്നിക്കുന്നത്. അതുപോലെ ടോവിനോ, ഇന്ദ്രജിത്ത്, സായികുമാർ, കലാഭവൻ ഷാജോൺ, നൈല ഉഷ, വിവേക് ഒബ്റോ എടുത്തു പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നീണ്ട നിരയാണ് ഈ സിനിമയിൽ. 26 ക്യാരക്ടർ പോസ്റ്റേഴ്സ് തന്നെ ഈ ചിത്രത്തിന് വേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ 21 വന്നു കഴിഞ്ഞു. ഇനി 5 കൂടെയാണ് വരാനുള്ളത്. അതുപോലെ തന്നെ ഇതുവരെ ചിത്രത്തിന് വന്ന പോസ്റ്ററുകളെല്ലാം സോഷ്യൽ മീഡിയ വൻ ഹൈപ്പ് ഉണ്ടാക്കി. അതുപോലെ സ്റ്റിൽസ് എല്ലാം തന്നെ വൈറലായിരുന്നു. എല്ലാം മാസ് അപ്പീലിൽ മോഹൻലാലിൻ്റെ ഒരു മാസ് ഗെറ്റപ്പിലുള്ള സ്റ്റൈൽ സാധനങ്ങളായിരുന്നു എല്ലാം. അതുതന്നെയാണ് ഈ ചിത്രം മെയിനായിട്ട് ഹൈപ്പ് കൊടുക്കുന്ന ഘടകം. അതുപോലെ മുരളി ഗോപിയുടെ തിരക്കഥ ഈ ചിത്രം നേരെ പ്രതീക്ഷ ചെയ്യുന്നതാണ്. മുരളി ഗോപിയുടെ ഇതുവരെയുള്ള സിനിമകളൊന്നും കൊമേഴ്ഷ്യലി സക്സസ് അല്ലായിരുന്നു, എങ്കിൽ പോലും എല്ലാം നിലവാരം പുലർത്തുന്നവയായിരുന്നു. പ്രത്യേകിച്ച് അവസാനം എത്തിയ കമാൽ സംഭവം തിയേറ്ററിൽ അതിൻ്റെ ആശയം പ്രേക്ഷകർക്ക് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ട് പോലും പരാജയപ്പെട്ടെങ്കിലും പിന്നീട് അത് ഒരു ടോറൻറ്റിൽ ഒരു കൾട്ടായി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. അതുപോലെ ഇന്ദ്രജിത്ത് മുരളി ഗോപി ഒന്നിക്കുന്ന, എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത്, അതുപോലെ തന്നെ പിന്നെ വന്ന ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, ടിയാൻ, അതിനുശേഷം 4ാമത്തെ തവണയാണ് ഇന്ദ്രജിത്തിന് വേണ്ടി മുരളി ഗോപി കഥ എഴുതുന്നത്. എല്ലാ ഇന്ദ്രജിത്തിൻ്റെ വളരെ തകർപ്പ മരണങ്ങളാണ്. പ്രത്യേകിച്ച് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിലെ വട്ടുജയൻ എന്ന കഥാപാത്രം അദ്ദേഹത്തിൻ്റെ കരിയർ ബെസ്റ്റ് ആയിരുന്നു. അതുപോലെ കമാര സംഭവത്തിലെ ദിലീപിൻ്റെ കരിയർ ബെസ്റ്റ് പ്രകടനമായിരുന്നു കമാരൻ നമ്പ്യാർ എന്ന കഥാപാത്രം. അതുപോലെ മോഹൻലാലിന് വേണ്ടി എന്തായിരിക്കും മുരളി ഗോപി സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ക്യാരക്ടറിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് ഉള്ളതാണ് നമ്മളെല്ലാം കാണാൻ കാത്തിരിക്കുന്നത്. അതുപോലെ എത്രത്തോളം ഈ ചിത്രം സാധാ പ്രേക്ഷകരെ പിടിച്ചിരുത്തുമെന്നതിന് അനുസരിച്ചിരിക്കും ഈ സിനിമയുടെ ബോക്സ് ഓഫീസ് വിജയം. ഏതായാലും സാധാ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് മുരളി ഗോപി ഈ സിനിമ ഒരുക്കിയിരിക്കുന്നതിൽ ഇതൊരു വൻ വിജയം സാധ്യതയുണ്ട്. എല്ലാവർക്കും കാത്തിരിക്കാം. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.